ആൽത്തറ ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വൈശാഖ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിമര ഘോഷയാത്ര നടന്നു. മെയ് 3 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടിയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് ശുദ്ധികലശത്തോടുകൂടിയാണ് വൈശാഖ ഏകാദശി മഹോത്സവത്തിന് തുടക്കമായത്. ഞായറാഴ്ച പതിവ് പൂജകൾക്കു ശേഷം ഗോവിന്ദപുരം ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, 25 കലശം, കളഭാഭിഷേകം തുടങ്ങി വിശേഷാൽ പൂജകളുമുണ്ടായി. തുടർന്ന് 10 മണിക്ക് താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടി കൊടിമര ഘോഷയാത്ര നാലപ്പാട് സമുച്ചയ പരിസരത്തു നിന്ന് ആരംഭിച്ചു. 5 മണിക്ക് കൊടിക്കൂറ വരവേൽപ്പുമുണ്ടായി. ഉത്സവാഘോഷ കലാപരിപാടികളുടെ ഉദ്ഘാടനവും നടത്തി. തുടർന്ന് നൃത്താഞ്ജലി, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്കു ശേഷം ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി. മെയ് 9 ദ്വാദശി ആറാട്ടു ദിവസം പതിവ് പൂജകൾക്കു ശേഷം ആറാട്ടുബലിയും കൊടിയിറക്കലും തുടങ്ങി പ്രത്യേക പൂജകളും, വൈകിട്ട് 4:30 ദേശപൂരം കിഴക്കേ നടയിലെ ആലിൻ ചുവട്ടിൽ കൂട്ടിയെഴുന്നള്ളിപ്പും, 5:30 ദേശപൂരം പടിഞ്ഞാറേ നടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടാകും. രാത്രി 7 മണിക്ക് ആൽത്തറ ഓട്ടോ ഡ്രൈവേഴ്സ് സംഘടിപ്പിക്കുന്ന ഗാനമേളയോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. ഭാരവാഹികളായ ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് കാടാമ്പുള്ളി, പ്രസിഡന്റ് KB സുകുമാരൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പുലിയത്ത്, ജോയിന്റ് ട്രഷറർ MG സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരി എഴുത്തുപുരയ്ക്കൽ, സുരേഷ് നടുവത്ത് എന്നിവരും മറ്റ് ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി.